ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കുമായിട്ടാണ്. ഒന്നല്ല, 2 ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, നിങ്ങളുടെ വ്യൂസ് സബ്സ്ക്രൈബേഴ്സും ഒന്നും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ സെറ്റിംഗ്സിന് ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പം അതേതാണെന്നും നിങ്ങളുടെ വീഡിയോസിന്റെ ഇംപ്രഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറുന്നില്ലെങ്കിലും നിങ്ങളുടെ ഷോർട്സിന് വ്യൂസ് ഒന്നും കയറുന്നില്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് എന്റെ 1000 സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുള്ള വിത്ത് പ്രൂഫ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ആ വീഡിയോ ഞാൻ ഐ ബട്ടണിലോ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലോ കൊടുത്തേക്കാം. ഇന്ന് ഞാൻ ഈ പറയുന്ന ടെക്നിക്കും എന്റെ ചാനലിൽ ഞാൻ യൂസ് ചെയ്ത് വിജയിച്ച കാര്യമാണ്. എന്റെ ചാനലിൽ തുടക്കത്തിൽ എന്റെ വീഡിയോസിന് 2 അക്കം തന്നെ വ്യൂസ് കയറുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ എന്റെ വീഡിയോസ് 4 അക്കമൊക്കെ എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ YT സ്റ്റുഡിയോയിലെ സെറ്റിംഗ്സിലൊക്കെ ഞാൻ ചേഞ്ച് വരുത്തിയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ YT സ്റ്റുഡിയോയിൽ ഈ സെറ്റിംഗ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും. നിങ്ങളുടെ ചാനലിലും ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇനി എത്ര നന്നായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്ര ക്ലാരിറ്റിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ട രീതിയിലുള്ള റെക്കമെൻഡേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുകയോ അതിന് വേണ്ടത്ര റീച്ച് കിട്ടുകയോ ചെയ്യത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് YT സ്റ്റുഡിയോയിലെ ചില സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യണം. അപ്പൊ അതേതാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് YT സ്റ്റുഡിയോയിലോട്ട് പോകാം. YT സ്റ്റുഡിയോയിലോട്ട് പോകുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫൈലിൽ കയറുക. പ്രൊഫൈലിൽ കയറുമ്പോൾ പെൻ ഐക്കൺ കാണാൻ പറ്റും. ആ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് താഴെയായിട്ട് ഹോം ടാബ് കാണാം. ആ ഹോം ടാബ് സെലക്ട് ചെയ്യുക. ഈ ഹോം ടാബിൽ കാണുന്ന ഈ 2 സെറ്റിംഗ്സും എനേബിൾ ആണോ എന്ന് നോക്കുക. എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എനേബിൾ ചെയ്ത് വെക്കുക. ഇത് എനേബിൾ ചെയ്യുന്നതിലൂടെയുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്കും നിങ്ങൾ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പം നിങ്ങളുടെ വീഡിയോസിന്റെ റെക്കമെൻഡേഷൻ അവരുടെ ഹോം ടാബിൽ ചെല്ലും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഒന്നാമതായിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ടുള്ളത് ഫോർ യു എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ആദ്യം എനേബിൾ ചെയ്തിടുക. മോർ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് കണ്ടന്റ് ടൈപ്പില് വീഡിയോ, ഷോർട്സ്, ലൈവ് സ്ട്രീം ഒക്കെ കാണാൻ പറ്റും. ഇത് 3 എനേബിൾ ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയായിട്ടുള്ളത് ഓൾ കണ്ടന്റ്, റീസെന്റ് കണ്ടന്റ് ഉള്ളി, ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഓൾ കണ്ടന്റ് സെലക്ട് ചെയ്യുക. ഓൾ കണ്ടന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും റെക്കമെൻഡേഷനിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അഥവാ നമ്മൾ റീസെന്റ് കണ്ടന്റ് ഉള്ളിയാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 12 മന്ത്സ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമേ റെക്കമെൻഡേഷനിൽ പോവുകയുള്ളൂ. നമുക്കിപ്പോൾ വേണ്ടത് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസ് റെക്കമെൻഡേഷനിൽ പോവുക എന്നുള്ളതാണ്. ഇത്രയും ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡേഷനിൽ പോവും. അപ്പം തന്നെ നിങ്ങൾക്ക് റീച്ചും വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇനി എത്ര കഷ്ടപ്പെട്ട് എത്ര നല്ല വീഡിയോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഓപ്ഷൻസ് നിങ്ങൾ മറക്കാതെ തന്നെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ബൂസ്റ്റ് വീഡിയോ ഇംപ്രഷൻ. നമ്മുടെ വീഡിയോസിന്റെ ഇംപ്രഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നമ്മുടെ ചാനലിൽ ചെയ്യാനില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോസിന്റെ എൻഗേജ്മെന്റ് ഒരു 70-80% ഒക്കെ പോയാൽ മാത്രമേ നമ്മുടെ വീഡിയോസിന്റെ നല്ല രീതിയിലുള്ള ഇംപ്രഷൻ കിട്ടി യൂട്യൂബ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യത്തുള്ളൂ. വീഡിയോസ് നല്ല രീതിയിൽ റെക്കമെൻഡേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ ആവറേജ് ഡ്യൂറേഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഈ ആവറേജ് ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല വീഡിയോസ് ചെയ്യുക. ആൾക്കാരെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക. ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേർക്ക് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് ആണ് അത് കൂടുതലായിട്ടും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ വാട്സപ്പിലൂടെ നമ്മൾ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് നമ്മൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ നോക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും ആ വീഡിയോസ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അവർ അയച്ചു തന്നെയല്ലോ എന്ന് വിചാരിച്ച് അവർ കയറി കാണും. പക്ഷെ സംഭവിക്കുന്നത് അവർ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CTR റേഷ്യോ കുറയും. ക്ലിക്ക് ടു റേഷ്യോ CTR കുറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവറേജ് ഡ്യൂറേഷൻ കുറയും. അതിനനുസരിച്ച് യൂട്യൂബ് നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ഇംപ്രഷനും കുറയ്ക്കും. അപ്പം നിങ്ങൾ അഥവാ ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പകുതിക്ക് വെച്ച് നിർത്തിപ്പോവും. അത് നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിനെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പൊ നിങ്ങളിടുന്ന കണ്ടന്റ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞത് YT സ്റ്റുഡിയോയിൽ സെറ്റിംഗ്സിൽ വരുത്തേണ്ട ചേഞ്ചും, രണ്ടാമത് പറഞ്ഞത് വീഡിയോയുടെ ഇംപ്രഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്.
നിങ്ങളുടെ ചാനലിലും ഇത്തരം ചേഞ്ചസ് വരുത്തി നിങ്ങളുടെ ചാനലിലും എത്രയും പെട്ടെന്ന് ഗ്രോ ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.